സംസ്ഥാനത്ത് പാചകവാതക സിലിണ്ടർ പ്രതിസന്ധി നമ്മൾ ദിവസങ്ങളായി കണ്ടുവരികയാണ്. അതിൽ പല സ്ഥാപനങ്ങൾ, പല മേഖലകളെല്ലാം തന്നെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം SAT ആശുപത്രിയിലാണ്. SAT ആശുപത്രി പരിസരത്തെ ക്യാൻറ്റീൻ ഇപ്പോൾ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു. പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ജ്യൂസുകൾ മാത്രമാണ് നൽകുന്നത്. പാചകവാതക സിലിണ്ടറുകൾ ഇല്ലാത്തതിനാൽ ഈ ക്യാൻറ്റീനിലെ ഭക്ഷണ വിതരണം പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ 2 ദിവസമായി സിലിണ്ടർ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസമായി ഈ ഫുഡ്, അതായത് ഭക്ഷണം വിൽക്കുന്നത് ഇവർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ദുരിതത്തിലായിരിക്കുന്നത് ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരാണ്. കാരണം ഈ പ്രദേശത്ത് ആകെയുള്ള ഒരു ആശ്രയം ഈ ക്യാൻറ്റീനാണ്. അല്ലെങ്കിൽ ഈ SAT കോമ്പൗണ്ടിന് പുറത്തായി മറ്റൊരു ക്യാൻറ്റീനുണ്ട്. അവിടെ ഇപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ എത്തുന്നതിനാൽ തന്നെ രാവിലെ നേരത്തെ തന്നെ ഭക്ഷണം കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട്. നമുക്കിവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്. ഇവരിവിടെ ഈ കൂട്ടിരിപ്പുകാരൊക്കെ ആയിട്ട് വന്നതാണ്. ചേട്ടാ, എന്താ നിലവിലെ അവസ്ഥ? എന്താ, വലിയ ബുദ്ധിമുട്ടാണോ? നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 2 ദിവസം ഇവിടെ പൂട്ടിയിട്ടിട്ട് ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് ഗ്യാസിൻ്റെ അഭാവം എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്ത് പോയി നമ്മുടെ എന്തെങ്കിലും എടുക്കാനോ ഒത്തിരി ചൂടുവെള്ളം ചോദിക്കാനോ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ചൂടുവെള്ളം അവരില്ല. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചൂടുവെള്ളം കിട്ടുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് പാലിൽ പൊടിയൊന്ന് കലക്കി കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാര്യം ഫുഡ് മേടിക്കാൻ പോലും പോയി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കണം. വാർഡ് സർജറിയും മറ്റും കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യൻസിന് അവിടെ ബൈസ്റ്റാൻഡർ, സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ബൈസ്റ്റാൻഡർ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആണുങ്ങളാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വെളിയിൽ നിന്നാണ് ഫുഡ് മേടിച്ചുകൊണ്ട് പോകേണ്ടത്. പക്ഷേ ആ സമയത്തിന് കൊണ്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ക്യാൻറ്റീൻ ഓപ്പൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കുറച്ച് തിരക്ക് കുറഞ്ഞ് കിട്ടുമായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കുക? എന്താ ചെയ്യുന്നത്? എന്താ ഇപ്പം വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുക ചെയ്യണത്. കൂടുതൽ വില വാങ്ങുന്നു. ഇരട്ടി വിലയാണ് മേടിക്കുന്നത്. ഇപ്പോൾ ചോദിച്ചാൽ പറയും ഗ്യാസ് ഇല്ല, അതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ അങ്ങ് വരെ നടന്ന് പോയി മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊടുക്കുമ്പോഴത്തേക്ക് ചൂടുവെള്ളം കഞ്ഞി എല്ലാം ചൂടാറി പോവുക. അതുപോലെ ഇപ്പോൾ അത്യാവശ്യത്തിന് നമ്മളൊന്ന് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പം പുറത്ത് ആൾ വേണമെന്നുണ്ടെങ്കിൽ അത്രയും സമയം പോണ് പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ നടക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ട്. വീട്ടിൽ എന്തെങ്കിലും ചൂടുവെള്ളം എന്തെങ്കിലും എടുത്ത് നമുക്ക് ഉപയോഗിക്കാനുണ്ട്. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ കലത്തിനകത്ത് തിളപ്പിച്ചിരിക്കും. വെറും പച്ചവെള്ളത്തിനെക്കാട്ടും ഗതികെട്ട അവസ്ഥയിലാണ് വെള്ളം കിട്ടുന്നത്. അത് കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും കൂടെ കൊടുക്കേണ്ട വെള്ളമാണ് ചൂടുവെള്ളം. അപ്പോൾ ഈ ഇവരുടെ അധികൃതർക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി, ആഹാരം വാങ്ങാൻ വന്നതാണോ? ജ്യൂസ് മേടിക്കാൻ വന്നു. ഇവിടെ ഫുഡില്ലെന്ന് പറയുന്നു. ഇവിടുത്തെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ജ്യൂസ് മാത്രമേ ഉള്ളൂ, വേറെ പലഹാരങ്ങളോ ഭക്ഷണമോ ഒന്നും ഇല്ലയെന്ന് പറയുന്നു. തന്നെയായിരിക്കും, നമ്മൾ ഇന്നലെ തന്നെ വന്നത്. ഇവിടെ മെഡിക്കൽ കോളേജിന് ദോശ, അപ്പോൾ ഒരു കാപ്പി വാങ്ങിക്കാൻ പോലും ഇല്ല. ജ്യൂസ് മാത്രം കുടിച്ചോണ്ടിരുന്നാൽ മതിയാ. അപ്പോൾ അത്തരത്തിൽ ഇവരുടെ അധികൃതരൊക്കെ എന്താണ് പറയാനുള്ളത്? ചേച്ചി, ഫുഡ് വാങ്ങിക്കാൻ കിട്ടിയോ? ജ്യൂസ് വാങ്ങിക്കാൻ മാത്രമേ ഉള്ളല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ ചേച്ചിയോട് നമുക്ക്, ചേച്ചി എന്താ ഇവിടുത്തെ അവസ്ഥ? എന്താ ഗ്യാസ് ഇവിടെ കിട്ടാത്തതിൻ്റെ പ്രശ്നത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ക്യാൻറ്റീനിൽ എന്തെങ്കിലും സംവിധാനം ചെയ്യണമാണ്. ഹോസ്പിറ്റലാണ്, അപ്പോൾ അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. നമ്മൾ ഈ ആശുപത്രികൾക്ക് ആദ്യ പരിഗണന കൊടുക്കണമെന്നൊരു തീരുമാനം സർക്കാരിനുണ്ടായിരുന്നു. അത് നടപ്പിലാക്കിയിട്ടില്ല. ഇന്നേ ദിവസം വരെ നടപ്പിലാക്കിയിട്ടില്ല. ആശുപത്രിയിലൊക്കെ ഭക്ഷണം മുടങ്ങി എന്ത് ചെയ്യും? ഒരുപാട് രോഗികൾക്ക് പ്രശ്നമാണ്, ഇവിടുത്തെ കൂട്ടിരിപ്പുകാർക്ക് പ്രശ്നമാണ്, എല്ലാവർക്കും പ്രശ്നമാണ്. ഇത് ആശ്രയിച്ചാണ് നിൽക്കുന്നത്. 1-2 ക്യാൻറ്റീനിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ ഇത്രയും ജനങ്ങൾക്ക് പരിഹരിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാ അടച്ചത് ഇത്? ഫുഡ് 2 ദിവസമായി. സൺഡേയും മൺഡേയും അടച്ചിട്ടിരിക്കുക. ഇതൊരു പരിഹാരമായിട്ടില്ല. എന്തെങ്കിലും അറിവുണ്ടോ എന്നത്തേക്ക് കിട്ടും? ഇതുവരെ ഒന്നും അറിവായിട്ടില്ല. സിലിണ്ടർ വന്നാൽ മാത്രമേ അവർക്ക് തരാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഇവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്. അമ്മേ, ഭക്ഷണം കിട്ടുന്നില്ല? കിട്ടിയില്ല തന്നെ. ചൂടുവെള്ളം കിട്ടിയില്ല, ചായ ഒന്നും കിട്ടിയില്ല ഇവിടെ. വന്നിരുന്നു. ഇന്നലെ വന്നപ്പം ചൂടുവെള്ളമൊന്നും കിട്ടിയില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂടുവെള്ളം പോലും ഇല്ല. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആശുപത്രിയിൽ എന്ത് ചെയ്യും ഇങ്ങനെ? അതാണ് നമ്മൾ പറഞ്ഞ, രോഗികൾക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല, ഒന്നും വാങ്ങാൻ പാടില്ല. അങ്ങനെ പരിഹരിക്കാതിരുന്ന പിന്നെ എന്താന്ന്? ഭക്ഷണം എത്തിക്കുന്ന എവിടുന്ന? ഭക്ഷണം നമ്മളിവിടെ ക്യാൻറ്റീനിൽ നിന്നൊക്കെ വാങ്ങിക്കണം. ഇവിടെ പുറത്ത് പോയി വാങ്ങും. പുറത്ത് പോയി വാങ്ങാനും നമ്മളെ പോലുള്ളവർക്ക് അറിഞ്ഞൂടാ. അതാണ് ഒന്നാമത്തെ കാര്യം. അത്തരത്തിലൊരു ആശുപത്രിയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും കൂട്ടിരിപ്പുകാരും ഒക്കെ ഉള്ള ആശുപത്രിയാണ്. ഏറെ പരിഗണന ലഭിക്കേണ്ട ഒരു ആശുപത്രിയാണ്. അവിടുത്തെയാണ് ഇത്തരത്തിൽ ക്യാൻറ്റീൻ, ആഹാരം കഴിക്കാൻ പോലും സ്ഥിതിയില്ലാതെ ക്യാൻറ്റീൻ അടച്ചിടേണ്ട സ്ഥിതി ഉണ്ടാകുന്നത്. സർക്കാർ തന്നെ തീരുമാനമെടുത്തിരുന്നു. ആശുപത്രികൾ പ്രഥമ പരിഗണനയിൽ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടർ വിതരണം ഉറപ്പാക്കുമെന്ന്. എന്നാൽ ആ ഉറപ്പ് ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.